തിരുവനന്തപുരം നഗരത്തിരക്കുകളിൽ നിന്നൽപ്പം മാറി കണ്ണമ്മൂല എന്ന സ്ഥലത്ത് കേരളീയ വാസ്തുവിദ്യയുടെയും ഐതിഹ്യ പെരുമയുടെയും മൂകസാക്ഷിയായി കൊല്ലൂർ ധർമ്മശാസ്താ ക്ഷേത്രം തലയുയർത്തി നിൽക്കുന്നു. 108 അയ്യപ്പ സന്നിധികളിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന ഈ ക്ഷേത്രം ഭക്തർക്ക് ഒരു ആരാധനാലയം മാത്രമല്ല, അത് ദുരിതങ്ങളകറ്റുന്ന, മനസ്സിന് സമാധാനം നൽകുന്ന, പ്രത്യേകിച്ച് ശനിദോഷ നിവാരണത്തിന് പേരുകേട്ട ഒരു പുണ്യഭൂമിയാണ്. ഒരു ദശാസന്ധിയുടെ ദുരിതച്ചുഴിയിലകപ്പെട്ട ഏതൊരാൾക്കും ഈ സന്നിധി ഒരു രക്ഷാകവചമാകുന്നു. എന്നാൽ ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം ശനിദോഷ നിവാരണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അതീവ പുരാതനമായ ഇതിന്റെ ഉത്ഭവകഥ മഹിഷിമാരുടെ തപോബലത്തിന്റെയും ദേവചൈതന്യത്തിന്റെയും ഒടുവിൽ തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഭക്തിയുടെയും കഥയാണ് പറയുന്നത്. കൊല്ലൂർ ശാസ്താക്ഷേത്രത്തിൽ പാദമൂന്നുന്ന ഭക്തരുടെ ശനിദോഷം മാറുമെന്ന വിശ്വാസം കേവലം ഒരു പ്രാദേശികമായ ആചാരമല്ല, മറിച്ച് ദീർഘകാലമായുള്ള അനുഭവങ്ങളുടെ പിൻബലമുള്ള സത്യമാണ്. ജ്യോതിഷപ്രകാരം ശനി എന്നത് കർമ്മഫലദാതാവാണ്. കണ്ടകശനി, അഷ്ടമശനി, ഏഴര ശനി എന്നിങ്ങനെ ശനിദശയുടെ ഓരോ ഘട്ടവും മനുഷ്യജീവിതത്തിൽ കഠിനമായ പരീക്ഷണങ്ങളെ കൊണ്ടുവരും. ഈ ദോഷങ്ങൾ ബാധിച്ചവർ ദുരിതങ്ങളുടെ ഭാരം പേറി ഈ സന്നിധിയിൽ അഭയം തേടിയെത്തുന്നു. ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് എള്ളുപായസം വഴിപാടും നീരാജനം കത്തിക്കലും. എള്ള് ശനിദേവനുമായി ബന്ധപ്പെട്ട ധാന്യമാണ് എന്നുള്ളതുകൊണ്ടുതന്നെ ശനിദോഷമകറ്റാൻ ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്ന ഒന്നാണിത്. എള്ളുപായസം വഴിപാടിലൂടെ ശനിദോഷത്താൽ ബുദ്ധിമുട്ടുന്ന ഒരാൾ തന്റെ കഷ്ടപ്പാടുകൾക്ക് പരിഹാരം കാണാനായി എള്ളു ചേർത്ത പായസം ശാസ്താവിന് സമർപ്പിക്കുമ്പോൾ അത് ഗ്രഹദോഷത്തെ ശാന്തമാക്കാനുള്ള ഭഗവാനോടുള്ള അപേക്ഷയായി മാറുന്നു. അതുപോലെ നീരാജനം എന്നത് എണ്ണയിൽ എള്ളുതിരി കത്തിച്ച് ശാസ്താവിനെ ഒഴിയുന്ന ചടങ്ങാണ്. ഇരുണ്ട ദോഷങ്ങളെ നീക്കി വെളിച്ചം കൊണ്ടുവരാനുള്ള പ്രാർത്ഥനയായാണ് ഇത് കണക്കാക്കുന്നത്. ശനിയുടെ സ്വാധീനത്തിൽ നിന്ന് വസിഷ്ഠ മഹർഷിയെ രക്ഷിച്ച സ്ഥാനമാണ് ഈ ക്ഷേത്രം എന്ന ഐതിഹ്യപരമായ അടിത്തറയാണ് ഈ വഴിപാടുകൾക്ക് ഇത്രയേറെ ശക്തി നൽകുന്നത്. ശനിദേവൻ പോലും അഭയം നൽകിയ സ്ഥാനത്ത് ധർമ്മശാസ്താവ് ഭക്തർക്ക് രക്ഷയേകുന്നു. ഈ വിശ്വാസം നൽകുന്ന മാനസിക ധൈര്യം പോലും ഭക്തർക്ക് ദുരിതകാലത്തെ അതിജീവിക്കാൻ സഹായകമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം അഭിവൃദ്ധിയും നാൾക്ക് നാൾ ഉയർന്നു വരുന്നതിൻ്റെ കാരണം നമ്മുടെ പൂജാകാര്യങ്ങളിൽ നമ്മൾ പാലിക്കുന്ന നിഷ്കർഷതയാണ്. ഈ വർഷത്തെ തൃക്കൊടിയേറ്റ് മഹോത്സവം വൃശ്ചിക മാസത്തിലെ ഉത്തരം നാളിലാണ് വരുന്നത്. എല്ലാ വർഷവും വൃശ്ചികത്തിലെ ഉത്തരം നാളിനാണ് കൊടിയേറ്റ് നടക്കുന്നത്. ഈ വർഷം 12/12/2025 കൊടിയേറി 19/12/2025 ആറാട്ടോടുകൂടി സമാപിക്കുകയാണ്. ഞാൻ ഈ നാട്ടിൽ വന്നെത്തിയിട്ടൊരു 10-30 വർഷം വരുന്നുണ്ട്. ഇതിൽ ഒരു 20 വർഷം മുമ്പ് ജീവിതത്തിൽ, കാരണം അയ്യപ്പ ക്ഷേത്രങ്ങളിൽ എനിക്ക് വലിയ വിശ്വാസമുള്ള ആളാണ്. കാരണം പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ശബരിമലയിൽ വിശ്വസിക്കുകയും ഭഗവാന്റെ ഭക്തനായിട്ടിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഈ നാട്ടിൽ വന്നെത്തുന്നത്. എനിക്ക് ശബരിമല പോകാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരുന്നൊരു സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ന്യൂമോണിയ ബാധിക്കുകയും പിന്നീട് അത് പ്ലൂറസിയിലേക്ക് മാറുകയും ചെയ്തു. ജീവിതത്തിൽ ജീവനോടെ രക്ഷപ്പെടുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഇല്ലാത്തൊരു സമയം. മരുന്നുകൾ ഫലിക്കണം, അന്ന് എണീറ്റിരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഭക്തിയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ മനഃശുദ്ധി മതിയെന്ന് ഞാൻ എൻ്റെ അറിയാവുന്ന ഭക്തരോട് എല്ലാവരോടും പറയാറുണ്ട്. കാരണം അത്യാവശ്യം മുഖവും കാലും മുഖവും മാത്രം കഴുകി എൻ്റെ കുടുംബത്ത് പോലും ആരും അറിയാതെ ഞാൻ ഇവിടെ വന്ന് ഈ ഭഗവാന്റെ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് വിഷമത്തോടെ ഭഗവാനോട് പ്രാർത്ഥിച്ചു, എൻ്റെ ജീവൻ രക്ഷിക്കണം, കാരണം ഞാനൊരു ഭക്തനാണ്, എനിക്ക് ശബരിമല പോകാനുള്ളതാണെന്ന് പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും ഭഗവാന്റെ മുമ്പ് എന്ന് പറയണം, അതിൽ കള്ളം പറയാനില്ല. ഭഗവാൻ എൻ്റെ അസുഖം പിറ്റേ ദിവസം മുതൽ കുറച്ചൊന്നും മാത്രമല്ല സമ്പൂർണ്ണമായിട്ട് മാറി, ഞാൻ രക്ഷപ്പെട്ടു. കൊല്ലൂർ ശാസ്താക്ഷേത്രത്തിന്റെ ഉത്ഭവകഥ ഭാരതീയ പുരാണത്തിലെ പ്രമുഖ കഥാപാത്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അത്ഭുതകരമായ ഒരു കണ്ണിയാണ്. മഹർഷിമാരായ വസിഷ്ഠന്റെയും വിശ്വാമിത്രന്റെയും പാരസ്പര്യത്തിലൂടെയാണ് ക്ഷേത്രത്തിന്റെ ഉത്ഭവമെന്നത് ഇതിന്റെ ആത്മീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. വസിഷ്ഠന്റെ ബ്രഹ്മർഷി പദവിയിൽ അസൂയ പൂണ്ട വിശ്വാമിത്രൻ തന്റെ കുടില തന്ത്രങ്ങളിലൂടെ വസിഷ്ഠനെ തകർക്കാൻ ശ്രമിക്കുകയും അതിനെ തുടർന്ന് അഗ്നിദേവന്റെ കോപത്തിന് പാത്രമാവുകയും ചെയ്ത സംഭവം ഐതിഹ്യത്തിൽ വിവരിക്കുന്നു. അപമാനം സഹിക്കാനാകാതെ വിശ്വാമിത്രൻ കഠിന തപസ്സിനായി തെരഞ്ഞെടുത്ത സ്ഥലമാണ് അന്നത്തെ കൊടുങ്കാടായിരുന്ന കൊല്ലൂർ ദേശം. അധപോബലം ദുരുപയോഗം ചെയ്യാനുള്ള വിശ്വാമിത്രന്റെ സാധ്യത മനസ്സിലാക്കിയ വസിഷ്ഠൻ അഭയം തേടിയത് ശനീശ്വരനിലായിരുന്നു. തപസ് മുടക്കാൻ ശനിദേവൻ സ്വീകരിച്ച മാർഗം അത്യധികം വിസ്മയകരമായിരുന്നു.
ദേവനർത്തകിയായ മേനകയിൽ ശനി ആവേശിച്ചു. മേനകയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച വിശ്വാമിത്രന്റെ തപസ് മുടങ്ങുകയും അദ്ദേഹം മേനകയോടൊപ്പം കാനനം വിട്ട് വടക്കൻ ദേശത്തേക്ക് യാത്രയാവുകയും ചെയ്തു. വിശ്വാമിത്രനിൽ നിന്ന് രക്ഷ നേടിയ വസിഷ്ഠൻ സംപ്രീതനായി കൊല്ലൂരിൽ പ്രത്യക്ഷപ്പെട്ട് ശനിദേവന് എള്ളുതിരി കത്തിച്ച് നീരാജനം നടത്തി. സന്തോഷവാനായ ശനിദേവൻ വസിഷ്ഠ മഹർഷിക്ക് പരമപവിത്രമായ ശനീശ്വര രഹസ്യ കവചമന്ത്രം ഉപദേശിച്ചു നൽകി. ഈ മന്ത്രത്തിന്റെ സിദ്ധിയാൽ വസിഷ്ഠനെ ശനിദോഷം ബാധിക്കില്ലെന്നും ശനി അനുഗ്രഹമായി മാറുമെന്നും ശനിദേവൻ അരുളി ചെയ്തു. ധർമ്മശാസ്താവായ അയ്യപ്പസ്വാമി ഭൂമിയിൽ അവതാരമെടുത്തപ്പോൾ ഇന്ന് കൊല്ലൂർ ശാസ്താക്ഷേത്രം നിലനിൽക്കുന്നിടത്ത് വെച്ച് വസിഷ്ഠ മഹർഷിക്ക് ദർശനം നൽകി. കാനനയാത്രയിൽ രക്ഷയ്ക്കായി മഹർഷി ഈ ശനീശ്വര രഹസ്യ കവചമന്ത്രം മണികണ്ഠൻ ഉപദേശിച്ചു. ശനിദോഷ നിവാരണത്തിന് അയ്യപ്പസ്വാമിയെ ആശ്രയിക്കുന്നതിന് ഒരു കാരണമായി ഈ ഐതിഹ്യം നിലകൊള്ളുന്നു. ശനിയിൽ നിന്ന് വസിഷ്ഠനെ രക്ഷിച്ചതിന്റെ ഫലമായി ഈ ക്ഷേത്രത്തിൽ അഭയം തേടുന്നവരെ ശാസ്താവ് ശനിദോഷത്തിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് അടിയുറച്ച വിശ്വാസം. കൊല്ലൂർ ശാസ്താക്ഷേത്രത്തിന്റെ മഹിമയ്ക്ക് ആധുനിക കേരള നവോത്ഥാനവുമായി അടുത്ത ബന്ധമുണ്ട്. മഹായോഗ്യവര്യനായ ചട്ടമ്പിസ്വാമികളുടെ ജന്മഗൃഹത്തിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് തികച്ചും യാദൃശ്ചികമല്ല. ഒരു കാലത്ത് ചട്ടമ്പിസ്വാമികൾ ഈ ശാസ്താക്ഷേത്ര പരിസരത്തെ ആൽത്തറയിൽ സൗഹൃദ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ചട്ടമ്പിസ്വാമികളുടെ ജീവിതത്തിൽ ഈ ക്ഷേത്രം നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹം കൊല്ലൂർ അത്തിയറമഠം ക്ഷേത്രത്തിൽ പൂകെട്ടിയും നിർമാല്യമെടുത്തും സേവ ചെയ്തിരുന്നു. തന്റെ സുഹൃത്തായ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെയെത്തി അദ്ദേഹത്തെ കാണുകയും ഇരുവരും ധർമ്മശാസ്താക്ഷേത്രത്തിന്റെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിന്റെ ആത്മീയ നവോത്ഥാന ചിന്തകളുടെ വിത്തുപാകിയ പുണ്യഭൂമികളിലൊന്നായി ഈ ക്ഷേത്രത്തെ ഇത് അടയാളപ്പെടുത്തുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 11 സ്ഥാനീയരിൽ ഒരാളാണ് നമ്മുടെ ക്ഷേത്രതന്ത്രിയും. അവരുടെ അധീനതയിലാണ് ഈ ക്ഷേത്രവും നാൾക്കുനാൾ പ്രവർത്തിച്ചു വന്നത്. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഈ ക്ഷേത്രം ഒരു സമയത്ത് വളരെ പൂജാതി കാര്യങ്ങൾക്ക് പോലും മുടക്കമുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. 1988 നമ്മുടെ ഈ സ്ഥലത്തുള്ള നാട്ടുകാരെല്ലാവരും ചേർന്ന് 60 പേർ ചേർന്ന് ഒരു ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിക്കുകയും 88 മുതൽ നാളിതുവരെ ഈ ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും പൂജാതി കാര്യങ്ങളും ക്ഷേത്ര താന്ത്രിക വിധിപ്രകാരം എല്ലാം വളരെ ഭംഗിയായി നമുക്കിവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ശാസ്താവ് കിഴക്കോട്ട് ദർശനവും പടിഞ്ഞാറോട്ട് ശിവൻ്റെ ദർശനവുമുള്ള ഒരു ക്ഷേത്രമാണ്. വളരെ അപൂർവമായി കാണപ്പെടുന്ന ഇതേപോലത്തെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം കേരളത്തിൽ തന്നെ അപൂർവമാണ്. വളരെയധികം ശക്തിയും ചൈതന്യവുമുള്ള ക്ഷേത്രം ആയതിൻ്റെ കാരണം നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ഇവിടെ ചെയ്യാവുന്ന ഭഗവാന് എന്തെല്ലാം പൂജാതി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാം താന്ത്രിക വിധിപ്രകാരം നമ്മുടെ തന്ത്രിയുടെ അഭിപ്രായവും ക്ഷേത്ര മേൽശാന്തിയുടെ അഭിപ്രായവും എല്ലാം ആരാഞ്ഞ് നാട്ടുകാരുടെ എല്ലാ സഹകരണത്തോടു കൂടി വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പുരാതന ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിനും പുനഃപ്രതിഷ്ഠയ്ക്കും പിന്നിൽ തിരുവിതാംകൂർ രാജവംശത്തിന്റെ കയ്യൊപ്പുണ്ട്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ ക്ഷേത്രങ്ങളുടെ താന്ത്രിക ചുമതല വഹിച്ചിരുന്ന പ്രമുഖ ഇല്ലമായിരുന്നു കണ്ണമ്മൂല കൊല്ലൂർ അത്തിയറമഠം. 8 ഇല്ലപ്പോറ്റിമാരിൽ പ്രമുഖരായിരുന്നു ഇവർ. ഈ മഠത്തിന്റെ സ്ഥാപനകാലത്ത് അന്നത്തെ കാരണവർ രാത്രികാലങ്ങളിൽ പതിവായൊരു കുതിരക്കുളമ്പടി ശബ്ദം കേൾക്കുമായിരുന്നു. ഒരു രാത്രി അർദ്ധയാമത്തിൽ അദ്ദേഹം കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു. യോദ്ധാവിന്റെ വേഷഭൂഷാദികളോടെ ഒരു മഹാപുരുഷൻ കുടുംബ പരദേവതാസ്ഥാനത്തെത്തുകയും ഭഗവതിയുമായി സംസാരിക്കുകയും ചെയ്തു. ഇതൊരു അശ്വാരൂഢനായ ശാസ്താവിന്റെ സാന്നിധ്യമായിരുന്നു. തന്ത്രി മോഹാലസ്യപ്പെട്ടു വീണശേഷം പുലർച്ചെ അദ്ദേഹത്തിന് ദേവിയുടെ സ്വപ്നദർശനമുണ്ടായി. ഇല്ലം വക ഭൂമിയുടെ വടക്കേ ഭാഗത്ത് വസിഷ്ഠ മഹർഷിയാൽ അനുഗ്രഹീതനായ ശാസ്താവ് അശ്വാരൂഢനായി വിലസുന്നു എന്നും അവിടെ കൊടിമര സഹിതം ഒരു മഹാക്ഷേത്രം പണിയണമെന്നുമായിരുന്നു ആ സ്വപ്നദർശനം. അതേ ദിവസം തന്നെ തിരുവിതാംകൂർ രാജാവിനും അയ്യപ്പസ്വാമി ദർശനം നൽകി തന്റെ ആവശ്യം അറിയിച്ചു. പിറ്റേന്ന് കൊട്ടാരത്തിലെത്തിയ വലിയ തിരുമേനിയോടും പോറ്റിമാരോടും മഹാരാജാവ് ചോദിച്ചു, "ഓ, ശാസ്താവിന് ക്ഷേത്രം വേണമെന്നറിയിക്കാൻ വന്നതാകുമല്ലേ? നമുക്കും ശബരീശ്വരൻ ദർശനം നൽകി തിരുമനസേ. നമുക്ക് എത്രയും വേഗം ക്ഷേത്രത്തിന്റെ പണി തുടങ്ങാം." അങ്ങനെയാണ് കണ്ണമ്മൂല കൊല്ലൂർ ശാസ്താക്ഷേത്രം യാഥാർത്ഥ്യമായത്. ഈ ക്ഷേത്രത്തിന്റെ തന്ത്രാവകാശം ഇന്നും കൊല്ലൂർ അത്തിയറ മഠത്തിനാണ് നിലനിർത്തുന്നത്. കൊല്ലൂർ ധർമ്മശാസ്താക്ഷേത്രം ഒറ്റപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമല്ല, മറിച്ച് ദക്ഷിണേന്ത്യയിലെ മറ്റു പുണ്യസന്നിധികളുമായി ആത്മീയമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വസിഷ്ഠ മഹർഷിയുടെ ദർശനം അയ്യപ്പസ്വാമിക്ക് ലഭിച്ച മറ്റ് 2 പുരാതന ക്ഷേത്രങ്ങളെ കൂടി ഐതിഹ്യം ബന്ധിപ്പിക്കുന്നു. അവ തൃശൂർ ആറാട്ടുപുഴ ധർമ്മശാസ്താ ക്ഷേത്രവും ആലപ്പുഴ ആറാട്ടുപുഴ ധർമ്മശാസ്താ ക്ഷേത്രവുമാണ്.
ശബരിമലയ്ക്ക് മടങ്ങും മുമ്പ് അയ്യപ്പസ്വാമിക്ക് ഈ 2 ക്ഷേത്രങ്ങളിൽ വെച്ചും വസിഷ്ഠ ദർശനം ലഭിക്കുകയും ശനി രഹസ്യ കവചമന്ത്രം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഈ 3 പവിത്ര അയ്യപ്പ സന്നിധികളിലും വസിഷ്ഠ ഋഷീശ്വരൻ അദൃശ്യ സാന്നിധ്യമായി ദൃഷ്ടി ചെയ്യുന്നുവെന്നാണ് വിശ്വാസം. അതുകൊണ്ടുതന്നെ അനാവശ്യ പ്രണയചിന്തകൾ, ദുശ്ശീലങ്ങൾ, അസദാചാര ബോധങ്ങൾ എന്നിവയിൽ നിന്ന് മോചനം നേടുന്നതിനും ദാമ്പത്യ ഐക്യം എന്നിവയ്ക്കും ഈ 3 ക്ഷേത്രങ്ങളിലും പ്രാർത്ഥിക്കുന്നത് ക്ഷിപ്രഫലസിദ്ധി നൽകുമെന്നാണ് ഭക്തരുടെ സാക്ഷ്യം. ഈ വൃശ്ചിക മാസത്തിലെ ഉത്സവം ഡിസംബർ 12-ന് കൊടിയേറി, വൃശ്ചികത്തിലെ ഉത്രത്തിന് കൊടിയേറി 8 ദിവസത്തെ ഉത്സവം ആറാട്ടോടുകൂടി സമർപ്പണം ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ ബാക്കിയുള്ള മീനത്തിലെ ഉത്രം, പൈങ്കുനി ഉത്രം, വൃശ്ചികം 1, വൃശ്ചികം 41, മണ്ഡലവിളക്ക്, മകരവിളക്ക്, ഇങ്ങനെയുള്ള എല്ലാ വിശേഷ കാര്യത്തിലും വിശേഷാദി പൂജകളും എല്ലാം നമ്മൾ വളരെ ആചാരവിധി പ്രകാരം കൊണ്ട് ചെയ്യുന്ന ഒരു ക്ഷേത്ര സന്നിധിയാണിത്. ഇന്ന് കേരളത്തിൽ വസിഷ്ഠ മഹർഷിയുടെ സാന്നിധ്യവും അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യവും ശനീശ്വരൻ്റെ അനുഗ്രഹമുള്ള പ്രധാനപ്പെട്ട 3 അയ്യപ്പ ക്ഷേത്രങ്ങളാണ് തൃശ്ശൂർ ആറാട്ടുപുഴ ക്ഷേത്രം, ആലപ്പുഴ ആറാട്ടുപുഴ ക്ഷേത്രം, പിന്നെ തിരുവനന്തപുരത്ത് കണ്ണമ്മൂല കൊല്ലൂർ അത്തിറമഠത്തിൻ്റെ വകയായിട്ടുള്ള ഈ കണ്ണമ്മൂല ശാസ്താക്ഷേത്രം. ഈ 3 ക്ഷേത്രങ്ങളും എപ്പോൾ നമ്മൾ ആശ്രയിച്ചാലും ശനീശ്വരൻ്റെ അനുഗ്രഹം കിട്ടുന്ന ക്ഷേത്രങ്ങളാണ്. ഇവിടെ ഭഗവാൻ എള്ളുപായസം വളരെ വിശിഷ്ടമാണ്. അതുപോലെ ആലുവിളക്ക് നടത്തിയാൽ വളരെ വിശിഷ്ടമാണ്. രാജഭരണം ക്ഷയിച്ചതോടെ ഒരു കാലത്ത് ഈ ക്ഷേത്രത്തിൽ പൂജാവിധികൾക്ക് ലോപം വന്നു. ഈ സമയത്ത് നാട്ടുകാർ രാത്രികാലങ്ങളിൽ വീണ്ടും കുതിരക്കുളമ്പടി കേൾക്കുകയും അശ്വാരൂഢനായ ശാസ്താവിനെ കണ്ട് ഭയക്കുകയും ചെയ്തു. ശാസ്താവിന്റെ ചൈതന്യം അവിടെ പൂർണ്ണമായി നിലനിൽക്കുന്നു എന്ന് ഇത് സൂചിപ്പിച്ചു. നാട്ടുകാർ ക്ഷേത്രം ഏറ്റെടുത്ത് നടത്തിയ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞ പരിഹാരം വിചിത്രമായിരുന്നു. ശാസ്താവിനെ നോക്കിയിരിക്കുന്ന ഭാവത്തിൽ ഒരു മൃത്യുഞ്ജയ ശിവനെ പ്രതിഷ്ഠിക്കണം. ഈ പ്രതിഷ്ഠയിലൂടെ ശാസ്താവിന്റെ ചൈതന്യം നിലനിർത്തുകയും എന്നാൽ അതിന്റെ രൗദ്രഭാവം നിയന്ത്രിക്കുകയും ചെയ്തു. ഇന്ന് ഈ ക്ഷേത്രത്തിൽ അഘോരമൂർത്തിയായ ശിവനും ശാസ്താവിനും തുല്യം പ്രാധാന്യം നൽകുന്നു. രോഗപീഡ, ശത്രുദോഷം, മനോദുഃഖം, കോടതി വിജയം, ബാധാ ഉപദ്രവം എന്നിവയ്ക്ക് ക്ഷിപ്രശാന്തി നൽകുന്ന വിളിപ്പുറത്തെത്തുന്ന ശിവനാണ് ഇവിടുത്തെ പ്രധാന മൂർത്തി. ശാസ്താവിന് എള്ളുപായസവും നീരാജനവുമാണ് പ്രധാനമെങ്കിൽ ശിവന് രുദ്രാഭിഷേകവും മൃത്യുഞ്ജയ ഹോമവുമാണ് പ്രധാനമായിട്ടുള്ളത്. കൊല്ലൂർ ശാസ്താക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ പൈങ്കുനി ഉത്രം ദിനവും മണ്ഡലച്ചിറപ്പുമാണ്. ഇതിൽ പൈങ്കുനി ഉത്സവത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഉത്രം ദിനത്തിൽ ആയിരക്കണക്കിന് വേൽക്കാവടികളാൽ ഭക്തി നിർഭരമാണ് ക്ഷേത്ര പരിസരം. ഈ കാവടിയാട്ടം തമിഴ് ആചാരങ്ങളുടെ സ്വാധീനം സൂചിപ്പിക്കുന്നു. കൂടാതെ ഭക്തന്റെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുന്ന ഒരു ഉഗ്രമായ തപസ്സായി ഇതിനെ കണക്കാക്കുന്നു. തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കൊല്ലൂർ ധർമ്മശാസ്താ ക്ഷേത്രം കേരളത്തിലെ 18 അതിവിശിഷ്ട ശാസ്താസന്നിധികളിൽ ഒന്നു തന്നെയാണ്. ശനിദോഷ നിവാരണത്തിന്റെ ആത്മീയ കവചമൊരുക്കുന്ന ഈ ക്ഷേത്രം വസിഷ്ഠ മഹർഷിയുടെയും ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമികളുടെയും പാദസ്പർശമേറ്റ് പുളകം കൊണ്ട പുണ്യഭൂമിയാണ്. ശനിദോഷം പോലുള്ള കഠിനമായ ജീവിത പ്രതിസന്ധികളിൽ ആശ്വാസം തേടിയെത്തുന്ന ഓരോ ഭക്തനെയും, ദുശ്ശീലങ്ങളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയെയും പെട്ടെന്ന് പ്രസാദിക്കുന്ന അയ്യപ്പസ്വാമിയായ ഇവിടുത്തെ ധർമ്മശാസ്താവ് കൈവിടില്ല. എള്ളുപായസത്തിന്റെയും നീരാജനത്തിന്റെയും ഗന്ധത്തിൽ വിശ്വാസത്തിന്റെ വെളിച്ചം പരത്തി ഐതിഹ്യവും ചരിത്രവും സമ്മേളിക്കുന്ന ഈ ക്ഷേത്രം ഇന്നും മലയാളിയുടെ ആത്മീയ ജീവിതത്തിൽ ഒരു വിളക്കുമാടമായി നിൽക്കുന്നു.